ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവന്റെ പടിയിറങ്ങി. മലയാളത്തിൽ കേരളത്തിനോട് നന്ദി പറഞ്ഞായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലേക്ക് പോയത്. സർക്കാരുമായി പ്രശ്നങ്ങളില്ലെന്നും പ്രശ്നമുണ്ടായത് സർവകലാശാല വിഷയത്തിൽ മാത്രമെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ആദ്യം കേൾക്കാം. ഗവർണറുടെ കാലാവധി തീർന്നു, പക്ഷേ ബന്ധം തുടരും. കേരളവുമായി ഇനി ആജീവനാന്ത ബന്ധം ആയിരിക്കും. കേരള ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരം ആയ ഓർമ്മകളും കൊണ്ട് ആണ് പോകുന്നത്. നിങ്ങളെ എല്ലാം ഞാൻ എന്നും ഓർക്കും. വിമാനത്താവളത്തിലേക്കുള്ള യാത്രയ്ക്കിടെ ഗവർണർക്ക് ടാറ്റ നൽകിയ SFIക്കാർ എന്നൊരു കൗതുകം കൂടിയുണ്ട്. SFIക്കാർക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു ഗവർണർ എന്ന കാര്യത്തിൽ സംശയമില്ല. ഗവർണർക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു SFIക്കാർ എന്ന കാര്യത്തിൽ. കോഴിക്കോട് സർവകലാശാലയിലുള്ള പോസ്റ്ററുകൾ എന്തൊക്കെയായിരുന്നു നമ്മൾ കണ്ടതല്ലേ. അമൽ തേനമ്പറമ്പിൽ വിശദാംശങ്ങളുമായുണ്ട്. അമൽ, ടാറ്റ നൽകി മടക്കി, സിനിമയിലൊക്കെ പറയുന്ന പോലെ ടാറ്റ നൽകി മടക്കുകയാണ്. പക്ഷേ ഈ സർവകലാശാലകളുടെ കാര്യത്തിൽ ഗൗരവതരമായ പല ഇടപെടലും ഗവർണർ നടത്തിയിട്ടുണ്ട്. പൊതുസമൂഹം ഒരു പരിധിവരെ രാഷ്ട്രീയ വിഷയങ്ങളിലൊഴികെ ഈ സർവകലാശാലകൾ നവീകരിക്കപ്പെടണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വേണ്ടപ്പെട്ടവർക്ക് PhD കൊടുക്കുക, വേണ്ടപ്പെട്ടവരെ എല്ലാ സർവകലാശാലയും കുത്തി നിറയ്ക്കുക തുടങ്ങിയതൊക്കെ തിരുത്തപ്പെടേണ്ടതാണ്. വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉയരേണ്ടതാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ഗവർണർ ഉന്നയിച്ച പല വിഷയങ്ങളും പൊതുസമൂഹം സ്വീകരിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ രാഷ്ട്രീയമായ വലിയ വിയോജിപ്പുകളും ഒക്കെ ഉണ്ടായതാണ്. ഏതായാലും സംഭവബഹുലമായ ഒരു കാലം കടന്നു പോവുകയാണ്. എന്തൊക്കെ പറഞ്ഞു ഗവർണർ? SFIയുടെ പ്രതികരണം, ടാറ്റ കാണിക്കലടക്കം. സംഭവബഹുലമായ ഒരു കാലഘട്ടം തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലുണ്ടായിരുന്നപ്പോൾ ഉള്ളത് എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. ഇപ്പോഴെന്തായാലും തിരുവനന്തപുരത്ത് നിന്നും രാജ്ഭവനിൽ നിന്നും പടിയിറങ്ങി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ഗവർണർ മടങ്ങിയിട്ടുണ്ട്. കൊച്ചിക്കാണ് പോക്ക്. അവിടെ നിന്നും പുതുവത്സര ദിനത്തിൽ ബീഹാറിലേക്ക് പോകും. ബീഹാറിൻ്റെ പുതിയ ഗവർണർ എന്നുള്ളതാണ് ഇനിയുള്ള ഉത്തരവാദിത്തം. നമുക്ക് പുതിയൊരു ഗവർണർ വരികയാണ്, രാജേന്ദ്ര അർലേക്കർ. അതും ഇപ്പോൾ ഈ ഗവർണറുടെ കാലത്തിൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾക്കൊക്കെ അതിൻ്റെ ഒരു തനിയാവർത്തനം ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. കാരണം ഗവർണറുമായി സർക്കാരിനുണ്ടായിരുന്ന പ്രശ്നങ്ങളുടെ കാതലായ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പറയുന്ന സർവകലാശാല വിഷയങ്ങളായിരുന്നു. സർവകലാശാല വിഷയങ്ങളിൽ ഗവർണർ അനധികൃതമായ ആളുകളെ നിയമിക്കുന്നു, BC-മാരെയൊക്കെ തിരികെ കയറ്റുന്നു തുടങ്ങിയ ആരോപണങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉയരുമ്പോൾ സർക്കാർ നൽകുന്ന പട്ടികയടക്കം, ഗവർണർമാർ ഈ വൈസ് ചാൻസലർമാരുടെ പട്ടികയടക്കം ഗവർണർ മൈൻഡ് ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ സർവകലാശാലകളുടെ പ്രവർത്തനത്തെ പ്രതിസന്ധിയിലാക്കുന്ന പല നിലപാടും ഗവർണർ സ്വീകരിച്ചു. ഔദ്യോഗികമായ യാത്രയപ്പ് പോലും, കാരണം സാധാരണ ഗവർണർമാർ വിട വാങ്ങുമ്പോൾ ഗാർഡ് ഓഫ് ഓണർ ഒക്കെ നൽകാറുണ്ട്. അതൊന്നുമില്ലാതെ ഒരു മന്ത്രി പോലും എത്തിയില്ല അദ്ദേഹത്തിന് വിട നൽകാൻ വേണ്ടി. അതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ ആയിരിക്കുമോ? അതായത് ഈ വിഷയത്തിൽ ഗവർണർക്ക് അതൃപ്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പരസ്യമായി അതൃപ്തി പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. കാരണം മൻമോഹൻ സിംഗിൻ്റെ വിയോഗത്തെ തുടർന്നുള്ള ദുഃഖാചരണം നിലനിൽക്കുകയാണ്. അതിനാൽ ഔദ്യോഗിക യാത്രയപ്പ് നൽകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ സാധാരണ നിലയിൽ ഒരു ഗവർണറൊക്കെ പോകുമ്പോൾ അനൗദ്യോഗികമായി ഈ ആളുകളൊക്കെ അവിടെ എത്തി ഒരു യാത്രയപ്പ് നൽകുന്നതൊക്കെ ഒരു പതിവാണ്. പക്ഷേ ഇന്ന് അതൊന്നും ഉണ്ടായില്ല. മാത്രമല്ല ഇന്നലെ ചീഫ് സെക്രട്ടറി മാത്രമാണ്, ചീഫ് സെക്രട്ടറിയും നിലവിൽ DGPയുടെ ചുമതല വഹിക്കുന്ന മനോജ് എബ്രഹാമും രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ടിരുന്നു. അതിനപ്പുറത്തേക്ക് രാജ്ഭവനിലെ ജീവനക്കാർ നൽകിയൊരു യാത്രയപ്പ് മാത്രമാണ് ഉണ്ടായത്. ഗവർണർ വരുന്ന വഴി, ഈ വിമാനത്താവളത്തിലേക്ക് വരുന്ന വഴി പേട്ടയിൽ SFI പ്രവർത്തകരുണ്ടായിരുന്നു. അവർ ടാറ്റ നൽകി പറഞ്ഞയച്ചു എന്നാണ് SFIക്കാർ പറയുന്നത്. പക്ഷേ ആ പോലീസുകാരുടെ ഇടപെടലുണ്ടായിരുന്നു. അവിടെ നിറയെ പോലീസുകാരുണ്ടായിരുന്നു. അതിനാൽ തന്നെ ടാറ്റ നൽകാനൊന്നും അനുവദിച്ചില്ല എന്നാണ് പോലീസുകാരും പറയുന്നത്. നിലവിലെന്തായാലും ആ വിഷയത്തിലൊരു തർക്കം നിലനിൽക്കുന്നുണ്ട്. ഗവർണർ എന്തായാലും മടങ്ങിയിട്ടുണ്ട്. ഈ പേട്ട പള്ളിമുക്കിൽ വെച്ചാണ് പണ്ട് ഗവർണർ ഒരു വട്ടം, നമ്മൾ ഓർക്കുന്നുണ്ടാകും ആ ദൃശ്യം, ഗവർണർ നടു റോഡിലേക്ക് ഇറങ്ങി SFIക്കാരും ഗവർണറും നേർക്ക് നേർ നിന്ന ഒരു സ്ഥലമാണ് ഈ പേട്ട പള്ളിമുക്ക്. അവിടെ തന്നെയാണ് ഇന്ന് 2 SFI പ്രവർത്തകർ ഉണ്ടായിരുന്നത്. പക്ഷേ അവരുടെ ഭാഗത്തുനിന്നും പ്രകോപനമൊന്നും ഉണ്ടായില്ല. ഗവർണർ കടന്നുപോയി എന്നുള്ളതാണ് ഇന്നത്തെ ഒരവസ്ഥ. ഇനി നമുക്ക് വരാനിരിക്കുന്ന ഗവർണറുടെ കാലത്തും ഇത് കാണേണ്ടി വരുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംശയം. ആ ഗവർണറുടെ ചരിത്രം പരിശോധിക്കുമ്പോഴും നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ചരിത്രം പോലെയുള്ള ഒരു ചരിത്രം കിടപ്പുണ്ട്. പണ്ട് ഇപ്പോൾ ബീഹാറിൽ ഗവർണറാകുന്നതിന് തൊട്ട് മുൻപ് ഹിമാചൽ പ്രദേശിലെ ഗവർണറായിരുന്നു. ആ ഹിമാചൽ പ്രദേശിൽ ഗവർണറായിരുന്നപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഗവർണർ എങ്ങനെയാണോ സർവകലാശാലകളിൽ ഇടപെട്ടുകൊണ്ടിരുന്നത് അത്തരത്തിലുള്ള ഇടപെടലുകൾ അവിടെയും ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയുള്ള സമ്പർക്കം കൂടുതലുണ്ടായിരുന്ന ഒരു ഗവർണറാണ് അർലേക്കർ. അതിനെ തന്നെ വന്നിറങ്ങുമ്പോൾ 2-ാം തീയതി അർലേക്കർ വരുമ്പോൾ ഇനി ഏത് രീതിയിലായിരിക്കും സർക്കാരുമായി ഏറ്റുമുട്ടൽ ഉണ്ടാകുമോ, അതൊരു സമവായമൊക്കെ എത്തി മുന്നോട്ട് പോകുമോ എന്നുള്ളതൊക്കെ സഭാ സമ്മേളനത്തിൽ തുടങ്ങാം അല്ലേ?